ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരിക്കും എന്തായാലും. പക്ഷെ എല്ലാ പ്രസവങ്ങളും ഒരുപോലെയാണോ? ആസ് എ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ ഞങ്ങൾ ICUയിൽ എത്തുന്ന പല പേഷ്യൻസും പല പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. ചില സിറ്റുവേഷൻസിൽ അത് ഈവൻ മദറിന് ലൈഫ് ത്രെറ്റനിങ് ആവാം, ചിലപ്പോൾ അത് കുട്ടിക്ക് ലൈഫ് ത്രെറ്റനിങ് ആവാം. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ശരിക്കും പ്രഗ്നൻസി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എന്നുള്ളത് ഞാൻ ഒന്ന് ബ്രീഫ്ലി പറയാം. ഫസ്റ്റ് വൺ, ബ്ലഡ് പ്രഷർ കൂടി വരുന്ന പേഷ്യൻസ്, അമിതമായ രക്തസമ്മർദ്ദം. ഇങ്ങനത്തെ പേഷ്യൻസിന് ക്ലിനിക്കലി നമ്മൾ പ്രീ എക്ലാംസിയ എന്നും എക്ലാംസിയ എന്നൊക്കെ പറയും. എക്ലാംസിയ എന്ന് പറഞ്ഞാൽ ഈവൻ സീസേഴ്സും ഫിറ്റ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷനാണ് എക്ലാംസിയ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും മദറിന്റെ ബ്രെയിനെയും കിഡ്നിയും ഒക്കെ സിവിയർലി ബാധിക്കും. രണ്ടാമത്തത്, ഗൈനക്കോളജിസ്റ്റ് ഒക്കെ എപ്പോഴും കോമൺലി ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്. ഇത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവാം, ഡെലിവറി ടൈമിൽ ഉണ്ടാവാം, ഡെലിവറിക്ക് ശേഷവും ഉണ്ടാവാം. പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്നാണ് ഡെലിവറിക്ക് ശേഷം ഉണ്ടാവും പറയാം. ഈ സിറ്റുവേഷൻസിൽ പേഷ്യന്റ് ഹീമോഗ്ലോബിൻ, രക്തത്തിന്റെ അളവൊക്കെ വളരെയധികം കുറഞ്ഞു പോകും, BP കുറയും. അപ്പൊ ഈ സിറ്റുവേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. BP നിലനിർത്താനുള്ള സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ പേഷ്യന്റ് കൊടുക്കേണ്ടി വരാം. മൂന്നാമത്തത്, എന്തെങ്കിലും ടൈപ്പ് ഓഫ് സെപ്സിസ് അണുബാധയായിട്ട് ICUയിൽ എത്തുന്ന പേഷ്യൻസ് ആണ്. ഈ അണുബാധയായിട്ട് വരുന്ന പേഷ്യന്റിന് സ്ട്രോങ് ആയിട്ടുള്ള പല ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അവർക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ICU, നല്ലൊരു നഴ്സിംഗ് കെയറും ഒക്കെ ആവശ്യമുണ്ടാവാം. പിന്നെ കാണാറുള്ളത് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യന്റ് ആണ്. ഈ പ്രീ എക്സിസ്റ്റിംഗ് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആവുമ്പോൾ അവർക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് സ്ട്രെസ് കൂടി വരും. അപ്പം ഹാർട്ടിന്റെ മുകളിലുള്ള സ്ട്രെസ് കൂടും. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് എന്തെങ്കിലും പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന കാർഡിയോമയോപ്പതി എന്നൊക്കെ പറയും, പോസ്റ്റ്മോർട്ടം കാർഡിയോമയോപ്പതി, ഹാർട്ടിനുള്ള സ്ട്രെസ് കൂടി വരുന്നതാണ്. ലാസ്റ്റ് വൺ, ഞങ്ങൾ ICUയിലൊക്കെ ഏറ്റവും അധികം ഒരു പേടിക്കുന്ന ഒന്നാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയുന്നത്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ചുറ്റുള്ള ഒരു ദ്രാവകല്ലേ, ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് മദറിന്റെ ബോഡിയിലേക്ക് കയറി രക്തത്തിലേക്ക് ബ്ലഡിൽ മിക്സ് ആയി കഴിഞ്ഞാൽ വരുന്നൊരു സിറ്റുവേഷൻ ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. പലപ്പോഴും അതൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോഴും ICUയിൽ പേടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.